നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. തലക്കെട്ട്. മോദിയെ പുകഴ്ത്തിയ കാന്തപുരത്തിനെതിരെ മുസ്ലിം സംഘടനകൾ. കാന്തപുരത്തിന് ഇ.ഡി. പേടിയെന്ന് KNM മർക്കസ് ദുവ. മൗനം പാലിച്ച് ലീഗും സമസ്തയും. രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരെന്നത് കാന്തപുരത്തിന്റെ മാത്രം അഭിപ്രായമെന്ന് VD സതീശൻ. സമസ്ത സമ്മേളനത്തിലേക്ക് പ്രധാനമന്ത്രിക്ക് ക്ഷണം. ആഗോള അയ്യപ്പ സംഗമത്തിലെ ചിലവിന്റെ കണക്കിൽ വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയില്ല. കോടതിക്ക് വിവരം നൽകുന്നതിൽ പിശക് വന്നുവെന്നും പ്രസിഡന്റ്. ചെലവുകൾക്കായി വകയിരുത്തിയ തുകയെ നൽകാനാകുമെന്നും നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയറാം ഇഡിക്ക് മുന്നിൽ. കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടില്ലെന്ന് നടൻ. ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക. അവരൊക്കെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്നൊരു ഭക്തനാണ് ഞാൻ. അപ്പോൾ എന്റെയും കൂടി കടമയാണ്. ബോർഡ് തീരുമാനപ്രകാരം ഉത്തരവിറക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ. ഇടനിലക്കാരൻ കൽപേഷും ഇഡിക്ക് മുന്നിൽ. UDF-മായി സഹകരിക്കാൻ VS-ന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി A. സുരേഷ്. വൈകിട്ട് UDF ജാഥയിൽ പങ്കെടുക്കും. VS-ന്റെ മകൻ നിന്നാൽ മലമ്പുഴയിൽ മത്സരിക്കില്ലെന്നും നിലപാട്. പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ. കഴക്കൂട്ടത്ത് മത്സരിപ്പിച്ചേക്കും. പാലക്കാട്ട് PK ശശിയെ ഒപ്പം കൂട്ടാൻ UDF. നവകേരള സർവേ തടഞ്ഞ് ഹൈക്കോടതി. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്ന് ഡിവിഷൻ ബെഞ്ച്. സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമെന്നും കോടതി. വിധി KSU സംസ്ഥാന സെക്രട്ടറിയുടെ ഹർജിയിൽ. ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് കനത്ത തിരിച്ചടിയെന്ന് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുക്കത്തിലേക്ക് മുന്നണികൾ. ഇടതുമുന്നണി യോഗം ഈ മാസം 23-ന്. BJP-യുടെ കോർ കമ്മിറ്റി യോഗം തുടരുന്നു. VD സതീശന്റെ പുതുയുഗയാത്ര പാലക്കാട്ട്. തൊടുപുഴയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ നഷ്ടമായത് വിലപ്പെട്ട ജീവൻ. മുതലക്കോടത്ത് റോഡരികിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരനായ ജെയ്സ് ബെന്നി മരിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞത് റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക്. പ്രദേശത്ത് വൻ പ്രതിഷേധം. നെയ്യാറ്റിൻകരയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് 26 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. വിഴിഞ്ഞം അസ്മാക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ മരിച്ചു. മരിച്ചത് നിലമേൽ സ്വദേശികൾ. ഭക്ഷ്യവിഷബാധയെന്ന് ബന്ധുക്കൾ. ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് മന്ത്രി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട കണക്കുകൾ കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്യുകയാണ്. സർക്കാരും ബോർഡും വ്യത്യസ്ത നിലപാടുകൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അല്പം മുമ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തിയത്. ചെലവിൽ വീഴ്ച പറ്റിയെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. പിഴവ് ഓഡിറ്ററുടെ അല്ല, ഓഡിറ്ററുമായി വേണ്ടത്ര ആശയവിനിമയം ബോർഡ് നടത്തിയിട്ടില്ല എന്നും K. ജയകുമാർ വ്യക്തമാക്കി. ചെലവ് 4.99 കോടിയായി നിജപ്പെടുത്തി. പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് 27-ന് മുൻപ് ഹൈക്കോടതിക്ക് നൽകുമെന്നും K. ജയകുമാർ പറഞ്ഞു. സാധാരണ ഒരു ഓഡിറ്റ് പ്രക്രിയ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഓഡിറ്റർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട പോരായ്മകൾ, ന്യൂനതകളൊക്കെ നമുക്ക് എഴുതി തരും. അതിന് ക്ലയന്റ് മറുപടി കൊടുക്കും. ചില മറുപടികൾ ഓഡിറ്റർ അക്സെപ്റ്റ് ചെയ്യും, ചിലത് അക്സെപ്റ്റ് ചെയ്യില്ല. അക്സെപ്റ്റ് ചെയ്യാത്തത് മേജർ ഒബ്ജക്ഷൻസ് ആയിട്ട് അവിടെ കിടക്കും. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ ഇവിടെ നടന്നില്ല. നടക്കാത്തത് ഓഡിറ്ററുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്. കാരണം ഓഡിറ്റർ പല കുറികളും ചോദിച്ചെങ്കിലും സമയത്തിന് ഇവിടുന്ന് മറുപടി കൊടുക്കുകയോ ഓഡിറ്ററുമായിട്ട് വേണ്ടത്ര ആശയവിനിമയം നടക്കാതെയോ വന്നതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രതികൂലമെന്ന് തോന്നുന്ന ഒരുപാട് പരാമർശങ്ങൾ കടന്നുകൂടാൻ കാരണം. സമയത്തിന് റെക്ടിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അത് ഓഡിറ്ററുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പിഴവ് നേരത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പിശകാണ് എന്ന് മറ്റുമായിരുന്നു മറ്റു ചില വിശദീകരണങ്ങൾ. ഇപ്പോൾ പക്ഷേ ദേവസ്വം ബോർഡിന്റെ പിഴവാണെന്ന് സമ്മതിക്കുകയാണ് പ്രസിഡന്റ്. ഇനി എന്താണ് അവരുടെ മുന്നിലുള്ള വഴി? ഏത് തരത്തിൽ കോടതിയെ ഇത് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്?
രഞ്ജിത്ത്, ഈ ഒരു വിഷയത്തിൽ ബോർഡിന്റെ വീഴ്ച പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തെറ്റേറ്റു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടത്. അതായത് ഓഡിറ്ററുടെ ഭാഗത്തു നിന്നും പിഴവുണ്ടായിട്ടില്ല, പകരം ഈ ഒരു ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പല ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അത് ബോർഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ കൃത്യമായി ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരം നൽകാനോ കൃത്യമായ രീതിയിൽ ഒരു ആശയവിനിമയം നടത്താനോ കഴിഞ്ഞില്ല ബോർഡിന്റെ ഭാഗത്തു നിന്നും. അതാണ് ഇത്തരത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടാവാൻ കാരണം. അത് ഓഡിറ്ററുടെ പിഴവല്ല, ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയം പരിഹരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായ രീതിയിൽ കോടതിയിൽ വീണ്ടും സമർപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ബോർഡിന് മുൻപിലെ പ്രധാനപ്പെട്ട വിഷയം. അതിനുശേഷമായിരിക്കും എന്തുകൊണ്ട് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ബുദ്ധിമുട്ട്, അതായത് ഈ ഒരു പ്രശ്നമുണ്ടായി, അതിൽ ആരുടെയൊക്കെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിലേക്കൊക്കെ കടക്കുക എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത്. അതിനൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ട് വിശകലനം ചെയ്യാനും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തീരുമാനം ഉണ്ടാക്കാനും വേണ്ടി ഇപ്പോൾ ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിൽ ചീഫ് എഞ്ചിനീയറും ഒപ്പം അക്കൌണ്ടന്റ് ഓഫീസറും ഒപ്പം 3 പേരടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശകലനവും അതിന്റെ കൃത്യമായ രേഖകളടക്കം സമർപ്പിക്കുക. അതിനെ തുടർന്ന് മാത്രമായിരിക്കും രണ്ടാമത് ഈ മാസം അവസാനത്തോടുകൂടി വീണ്ടും കോടതിയിൽ ഹാജരാക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് സമയപരിധി, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് കോടതിയിലേക്ക് ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ പലതവണ ബോർഡുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചിട്ടും അത് സാധിക്കാത്തത് വന്നതോടുകൂടി സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. അത് വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റിലേക്ക് അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല. ഏത് വിഭാഗത്തിനാണ്, എങ്ങനെയായിരുന്നു ഈ ഒരു ബോർഡിന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകാനുള്ള സാഹചര്യമടക്കം പിന്നീട് വിലയിരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4.99 കോടിയാണ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അംഗീകരിച്ച ചിലവ്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് ചിലവ് 4.99 കോടിയിൽ നിർത്തണമെന്നാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിലധികം തുക ഊരാളുങ്കൽ സൊസൈറ്റി അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലധികം തുക, അതായത് പിഴവ് അല്ലാതെ തന്നെ ഇത്തരത്തിൽ വലിയൊരു തുക ഈ ഒരു ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും ചിലവ് വന്നിട്ടുണ്ട്. അത് പല രീതിയിലേക്ക് കണക്കുകൾ മാറുന്നുണ്ടെങ്കിൽ പോലും അത്ര വലിയ തുകയിലേക്ക് നൽകാൻ കഴിയില്ല. ബോർഡ് അംഗീകരിച്ച തുകയായിട്ടുള്ള 4.99 കോടി രൂപ മാത്രമാണ് നൽകാൻ കഴിയുക. അതിലൊരു മാറ്റം ഉണ്ടായിരിക്കില്ല. ഈ MOU ഒപ്പിട്ടിരുന്നു. ഈ MOU ഒപ്പിട്ടതിന് ശേഷം, അതായത് 8 കോടിയിലധികം രൂപയുടെ MOU ആയിരുന്നു ഊരാളുങ്കൽ സൊസൈറ്റിയുമായി ഒപ്പിട്ടിരുന്നത്. ധാരണാപത്രം അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് ബോർഡ് യോഗം ചേരുകയും ചിലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിനും ചിലവ് ചുരുക്കണമെന്ന തീരുമാനമെടുക്കുകയും അങ്ങനെ 4.99 കോടിയിൽ ചിലവ് നിർത്തണമെന്നൊരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ ഒരു ഊരാളുങ്കലുമായി ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്, ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ അംഗീകരിച്ചതായി അദ്ദേഹം പ്രതികരിച്ചില്ല. പക്ഷേ ഈ ഒരു പ്രതിസന്ധി വീണ്ടും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരു 8 കോടിയിൽ നിന്നും ചിലവ് 4.99 കോടി അതിൽ നിർത്തണമെന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ബോർഡ് എടുത്തൊരു തീരുമാനം. ഇതിലിപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിലപാടടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പരിഹാരം ഉണ്ടാകുക എന്നാണ് സർക്കാരിനെ സംബന്ധിച്ചും ബോർഡിനെ സംബന്ധിച്ചും മുൻപിലുള്ള പ്രധാനപ്പെട്ട വിഷയം. അതിലേക്ക് ഊരാളുങ്കൽ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇടത് സർക്കാരുമായി അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അവർ ഇതിൽ കടുംപിടുത്തം പിടിക്കുമോ എന്ന കാര്യമടക്കം ചോദ്യമായി നിലനിൽക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കണക്കുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിലെ പിശകും ഒപ്പം ഈ ഒരു ചിലവിലെ മറ്റ് പ്രതിസന്ധികളടക്കം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ ജയകുമാർ നമ്മോട് പ്രതികരിച്ചത്. രഞ്ജിത്ത്. ശരി, സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിനെ ED ചോദ്യം ചെയ്യുകയാണ്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത വരുത്താനാണ് മൊഴിയെടുക്കുന്നത്. കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടുമോ എന്നും ശബരിമലയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കുടുങ്ങട്ടെ എന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് മുന്നോടിയായി ജയറാം പറഞ്ഞു. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക വികാരമാണ്. എത്രയോ ക്ഷേത്രങ്ങൾ നമുക്കുണ്ടെങ്കിലും ശബരിമല എന്ന് പറയുന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ജാതി മത ഭേദമന്യേ അവരെത്തുന്ന പുണ്യ സ്ഥലമാണ്. അപ്പൊ അവിടെ ഇത്തരം സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ ഒരു മലയാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. പറയട്ടെ ബാക്കി. ഈ കഴിഞ്ഞ 10-38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂജ, അല്ലെങ്കിൽ ആനയെ നടക്കിരത്തില് ആനക്കൊട്ടിൽ സമർപ്പണം, നട സമർപ്പണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ, ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് എന്നെയാണ്. ഞാൻ കഴിവതും പോകാറുണ്ട്.
അത്തരത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എന്നെ പൂജയ്ക്ക് വിളിക്കുകയും ഈ നട കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഇതിനെയൊക്കെ എന്നെ പല പ്രാവശ്യം ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം നല്ല പര്യവസാനിക്കട്ടെ, ഭംഗിയായിട്ട് തന്നെ. ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക. അവരൊക്കെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തനാണ് ഞാൻ. അപ്പോൾ എന്റെയും കൂടി കടമയാണ് ഇത് ക്ലീനായിട്ട് ഇത് സന്തോഷം. കേസിൽ ഇടനിലക്കാരൻ കൽപേഷിനെയും ഇ ഡി ചോദ്യം ചെയ്യുകയാണ്. അതേസമയം മിനിറ്റ്സ് തിരുത്തിയത് കണ്ടെത്താൻ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ കൈയക്ഷര മാതൃക ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഇ ഡിയുടെ തീരുമാനം. ബോർഡ് തീരുമാനപ്രകാരം ഉത്തരവിറക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്വന്തം നിലയിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും ജയശ്രീ മൊഴി നൽകിയിട്ടുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, ഇ ഡിയുടെ ഇടപെടൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അത് കുറച്ചുകൂടി അവർ മുന്നോട്ട് പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ജയറാമിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കുറച്ചുകൂടി ജയറാമിന് കാര്യങ്ങൾ ഇ ഡിയോട് വ്യക്തമാക്കാനാകുമെന്ന് കരുതുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തട്ടിപ്പുകാരനല്ല എന്ന രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു ജയറാമിന്. രഞ്ജിത്ത്, എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 11 മണിയോടുകൂടി കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് ജയറാം എത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ടു. അതിൽ പറയുന്നതനുസരിച്ച് താൻ അയ്യപ്പ ഭക്തനാണ്, 50 വർഷമായി ശബരിമലയിൽ പോകുന്ന ഒരാളാണ്. ഇത്തരത്തിൽ ഒരു കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറം ലോകത്തെ എത്തിക്കുക എന്നുള്ളത് മലയാളികളുടെ എല്ലാം അല്ലെങ്കിൽ വിശ്വാസികളുടെ എല്ലാം ഉത്തരവാദിത്വമാണ്. അതിൽ ഉൾപ്പെട്ട ഒരാളാണ് താനും. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിൽ താൻ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നാണ് ജയറാം പറഞ്ഞത്. അങ്ങനെ കുടുങ്ങിയിട്ട് ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം, അവർക്ക് ശിക്ഷ നൽകണം എന്നീ കാര്യങ്ങൾ കൂടി ജയറാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജയറാമും തമ്മിലുള്ള ചില ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ ശബരിമല കൊള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയറാമിൻ്റെ പേര് കൂടി ഈ ഒരു അന്വേഷണത്തിലേക്കും അല്ലെങ്കിൽ SITയുടെ അന്വേഷണത്തിൻ്റെയൊക്കെ ഭാഗമായി വരുന്നത്. SIT നേരത്തെ തന്നെ ജയറാമിനെ വിശദമായിട്ട് മൊഴിയെടുത്തിരുന്നു. ആ മൊഴിയിലൊക്കെ ജയറാം ആവർത്തിച്ചത് ഒരു കാര്യം മാത്രമാണ്, താൻ ഇത്തരത്തിൽ ഒരു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരുവിധ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ്, ഏറെ നാളുകളായി സുഹൃത്തുക്കളാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു കൊള്ള നടത്തുന്ന ആളാണെന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. ശബരിമലയിലെ പവിത്രമായിട്ടുള്ള വസ്തുക്കൾ വീട്ടിലെത്തിച്ച് പൂജിച്ചാൽ അത് വീട്ടിൽ ഐശ്വര്യം വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിനെ തുടർന്നാണ് താൻ വീട്ടിലേക്ക് അങ്ങനെ ഒരു പൂജ നടത്തിയതും അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വരികയും ഒക്കെ ചെയ്തതെന്നാണ് ജയറാം SITയോട് പറഞ്ഞത്. SIT എന്തായാലും ജയറാമിനെ സാക്ഷിയാക്കിയാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളൊന്നും തന്നെ SITക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡി കൂടി ഈ അന്വേഷണം നടത്തുന്നത്. ഇ ഡിയും പ്രധാനമായും ചോദിച്ചറിയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള എത്ര നാളത്തെ ബന്ധമായിരിക്കും, ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് സാഹചര്യത്തിലാണ് വീട്ടിൽ ഇങ്ങനെ ഒരു പൂജ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരിക്കും ജയറാമിൽ നിന്നും ഇ ഡി ചോദിച്ചറിയുക. ഇതിൽ കൂടി കുറച്ചുകൂടി വ്യക്തത വരുത്താനാണ് ഇ ഡി ഇപ്പോൾ ജയറാമിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി ഓഫീസിലേക്ക് വിളിപ്പിച്ചിരിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് കൽപേഷും ഇപ്പോൾ ചോദ്യം ചെയ്യലായി ഇ ഡി ഓഫീസിലുണ്ട്. 10 മണിയോടുകൂടി തന്നെ കൽപേഷും എത്തി. ഇന്നലെ ആയിരുന്നു ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ഇ ഡി നോട്ടീസ് അയച്ചത്. പക്ഷേ ഇന്നലെ എത്താത്തതിനാലാണ് ഇന്ന് വന്നത്. നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിന് ഈ സ്വർണം നൽകുകയും അത് വേർതിരിച്ച ശേഷം ഗോവർദ്ധന ബെല്ലാരിയിലുള്ള ഗോവർദ്ധന ഈ സ്വർണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് കൽപേഷാണ്. കൽപേഷിനെയും SIT ചോദ്യം ചെയ്തു, പക്ഷെ അതിൽ പ്രതി ചേർത്തിട്ടില്ല. കൽപേഷ് പറയുന്നത് പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, താൻ ഇത് വർഷങ്ങളായി ഈ ചെന്നൈയിൽ തന്നെ ഈ ജുവലറിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ആ രീതിയിൽ തൻ്റെ ജോലി മാത്രമാണ് ചെയ്തത്, അങ്ങനെ ഇതൊരു ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു വിധത്തിലുള്ള അറിവ് ഉണ്ടായിരുന്നില്ല എന്നാണ് കൽപേഷ് SITക്ക് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും അത് തന്നെയായിരിക്കും ഇവിടെ ഈ മീഡിയയ്ക്ക് മുന്നിലും ആവർത്തിക്കുക. ഇന്നലെ ചോദ്യം ചെയ്ത മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള ജയശ്രീയെ ചോദ്യം ചെയ്തതിൽ നിന്നും ജയശ്രീയാണ് ഈ മിനിറ്റ്സിൽ തിരുത്ത് വരുത്തിയിരിക്കുന്നത്. അതായത്
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം കൊടുത്തുവിടാൻ ഉത്തരവ് ഇട്ടത് അല്ലെങ്കിൽ ആ മിനിറ്റ്സിലെ തിരുത്തൽ വരുത്തിയത് ജയശ്രീ ആണെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ആ ചോദ്യം ചെയ്യലിൽ EDക്ക് ചില സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട്. അതിനാൽ ഒരിക്കൽ കൂടി ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പക്ഷേ ജയശ്രീ പറയുന്നത് പ്രകാരം തനിക്ക് മേലുള്ള ഉദ്യോഗസ്ഥർ, അതായത് ഉന്നതർ പറഞ്ഞിട്ടാണ്, ആൾക്കാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് താൻ ഈ മിനിറ്റ്സ് തിരുത്തിയത്, അല്ലാതെ സ്വന്തമായി തനിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് ജയശ്രീ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ജയശ്രീ മിനിറ്റ്സ് തിരുത്തി എന്ന് പറയുന്ന ആ കൈയക്ഷരവും ജയശ്രീയുടെ കൈയക്ഷരവും ഒന്നാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ED കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയശ്രീയുടെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകളും തെളിവ് ശേഖരണവും അടക്കം കടന്നിരിക്കുകയാണ് ED. വരും ദിവസങ്ങളിൽ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ശരി, നവമി ദിനേശാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല യുവതീ പ്രവേശന വിധിയിലെ പുനഃപരിശോധനയിൽ നിലപാട് വ്യക്തമാക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് പറയാൻ സമയമായിട്ടില്ലെന്ന് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. സമയമാകുമ്പോൾ നിലപാടെടുക്കുമെന്നും ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശ കേസിലൊരു ഇപ്പം നിലപാട് അറിയിക്കുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബോർഡിന്റെ നിലപാട് നിലവിൽ അവിടെ സമർപ്പിച്ചിരിക്കുന്ന വ്യത്യസ്തമായ നിലപാട് അറിയിക്കേണ്ടി വരില്ല. ഉപഭോക്തന്റെ നിലപാട് തന്നെ സമയമായില്ല, സമയമാകുമ്പോൾ നിലപാടെടുക്കും. കാരണം 2020 ഈ വാദം നടന്ന സമയത്ത് അന്ന് യുവതീ പ്രവേശ പുനഃപരിശോധന വേണ്ടാന്നൊരു നിലപാടായിരുന്നല്ലോ അന്ന് ബോർഡിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. പറയാനുള്ള സമയമായിട്ടില്ല, പറയും. സമയമാകുമ്പോൾ എല്ലാം കൃത്യമായിട്ട് പറയാം. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ എപ്പോഴും വിശ്വാസികൾക്കൊപ്പമെന്ന് മന്ത്രി VN വാസവൻ. വിശ്വാസികളുടെ താൽപര്യം പരിരക്ഷിക്കുന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളും. LDFൽ കൂടിയാലോചിച്ച ശേഷം സർക്കാർ തീരുമാനമെടുക്കുമെന്നും ദേവസ്വം മന്ത്രി വ്യക്തമാക്കി. അല്ല, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പറഞ്ഞല്ലോ, ജനങ്ങളോടൊപ്പമായിരിക്കും, വിശ്വാസികളോടൊപ്പമായിരിക്കും. അത് കാര്യത്തിൽ സംശയമൊന്നുമില്ല. അന്നത്തെ വന്നത് കോടതി വിധിയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ് കൂടിയാലോചിച്ചില്ല, ക്യാബിനറ്റ് വരുന്നതേ ഉള്ളൂ. LDF കൂടിയാലോചിച്ച് ആ കാര്യത്തിൽ നിലപാട് വരും. വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അല്ല, അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടുത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ആരാധനകളൊക്കെ ചെയ്യുന്നവർക്ക് ദേവസ്വം വകുപ്പ് വിശ്വാസികളുടെ താല്പര്യം പരിരക്ഷിക്കുന്ന രൂപത്തിൽ ശബരിമലയിലെ ക്ഷേലും ആറ്റുകാൽ പൊങ്കോലയായിരുന്നാലും എന്നാലും തൃശ്ശൂർ പൂരമായിരുന്നാലും അതിലെല്ലാം വിശ്വാസികളോടൊപ്പം നിന്ന് അവരുടെ താല്പര്യം പരിരക്ഷിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അതിലൊരിക്കലും വിശ്വാസികൾക്കെതിരായി നിൽക്കില്ല. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ ഉരുണ്ട് കളിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാറിയ സാമൂഹിക സാഹചര്യത്തിൽ നിലപാടിൽ മാറ്റമുണ്ടോ എന്ന് വ്യക്തമാക്കണം. CPMന്റെ നിലപാട് ചോദിക്കുമ്പോൾ അവ്യക്തമായ മറുപടിയാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞതെന്നും സതീശൻ വിമർശിച്ചു. നിങ്ങൾ സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞ ആളല്ല. അപ്പോൾ ആ അഫിഡവിറ്റ്, ആ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ അഫിഡവിറ്റാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. ആ അഫിഡവിറ്റ് ഭേദഗതി വരുത്തി മാറിയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ അതിനോട് യോജിപ്പില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമോ? അതാണ് ചോദ്യം. അതിന് ഉത്തരം പറയുന്നില്ല. എസ് ഓർ നോ എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. നിയമമന്ത്രി പറഞ്ഞ എസ് ഓർ നോ എന്ന് ഉത്തരം പറയേണ്ട കേസ് അല്ല എന്നാണ്. എസ് ഓർ നോ എന്ന് പറയണം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെ നിങ്ങൾ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ? കോടതി ആ കേസ് എടുക്കുന്നതിന് മുമ്പ് അഫിഡവിറ്റ് കൊടുക്കണ്ടേ? ഇന്നലെ ആ കേസ് വരുമെന്ന് ഗവൺമെന്റിന് അറിയാമല്ലോ. ഗവൺമെന്റ് എന്തുകൊണ്ട് സത്യവാങ്മൂലം കൊടുത്തില്ല? CPMന്റെ നിലപാട് സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ മാറ്റം ഏത് കാര്യത്തിലുണ്ടാകും, മാറ്റം അനിവാര്യമാണ്, മാറ്റത്തിന്റെ ലോകത്തുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു മാർസിയൻ പശ്ചാത്തലത്തിൽ അതിനെ മാറ്റം വേണമോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ശബരിമല സ്ത്രീ പ്രവേശന പുനഃപരിശോധനാ ഹർജിയിൽ പ്രതികരണവുമായി മന്ത്രി KB ഗണേഷ് കുമാർ. ജനാധിപത്യ വ്യവസ്ഥയിൽ തീരുമാനം ഇരുമ്പുലക്കെയല്ല, ചില സാഹചര്യങ്ങളിൽ എടുത്ത തീരുമാനം തിരുത്തേണ്ടി വരും. ഇടതുപക്ഷം ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. ആചാരലംഘനം പാടില്ല എന്നതാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ മുസ്ലിം സംഘടനകൾ. കാന്തപുരത്തിന് ED പേടിയെന്ന വിമർശനവുമായി KNM മർക്കസ് ദുവ രംഗത്ത് വന്നു. രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരെന്നും പ്രതിസന്ധി നേരിടുന്നില്ലെന്നുമായിരുന്നു മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാന്തപുരത്തിന്റെ പ്രതികരണം. आप दुनिया में जाके ये बात कहते हैं, भारत में क्या मुसलमान सेफ है? क्योंकि कई लोग ये कहते हैं कि भारत में मुसलमान सेफ नहीं है. आपका क्या व्यू है? मेरा लास्ट क्वेश्चन है आपसे मुफ्ती साहब. एक जगह
एक आदमी ने बोल दिया एक मीटिंग में, मैं उसको एतराज किया, भारत में मुसलमान को कोई रुकावट नहीं है, तकलीफ नहीं है, रुकावट नहीं, तकलीफ नहीं, मशक्कत नहीं। പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം അത് വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാൻ സാമുദായിക സംഘടനകളുടെ നേതാക്കൾ പരസ്യമായിട്ട് ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ഇതിന്റെ മറ്റൊരു ചരിത്രം ഇവിടെ കാന്തപുരം വിഭാഗം സൂചിപ്പിക്കുന്ന പ്രകാരമാണ്. ആദ്യമായിട്ടല്ല കാന്തപുരം പ്രധാനമന്ത്രിമാരെ സന്ദർശിക്കുന്നത്. മുൻപ് പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട്. അതൊക്കെ സമുദായത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, സമുദായത്തിന്റെ നേട്ടങ്ങൾക്കും അല്ലെങ്കിൽ അതിന്റെ പല കാര്യങ്ങൾക്കും വേണ്ടിയാണ്. രാജ്യത്ത് പലയിടത്തും AP വിഭാഗത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സംഘടനകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ഈ ഒരു ഭരണവർഗവുമായിട്ട് അല്ലെങ്കിൽ ഭരിക്കുന്നവരുമായി നല്ലൊരു ബന്ധത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് സമാപിച്ച യാത്രയിൽ സ്വരൂപിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് കേന്ദ്രത്തെ അറിയിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ഒരു സന്ദർശനവുമായിട്ടുണ്ട് എന്നാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ ഒരു വിശദീകരണമുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കുറിച്ച് പ്രധാനമായിട്ടും വലിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും വിവിധ സംഘടനാ നേതാക്കൾ, പ്രമുഖമായിട്ടുള്ള സംഘടനാ നേതാക്കൾ ഒന്നും തന്നെ പരസ്യമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് സമസ്തയിലെ EK വിഭാഗത്തിലെ നേതാക്കൾ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ പരസ്യമായിട്ട് ഉന്നയിക്കുന്നവർ ഇപ്പോൾ അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലോ പൊതുവേദികളിലോ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുസ്ലിം ലീഗും അവർ പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല, പിന്നീട് പ്രതികരിക്കാമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ KNM അവരുടെ നിലപാട് ന്യൂസ് 18നോട് പങ്കുവച്ചു. മുസ്ലിങ്ങളുടെ മുഴുവൻ കാര്യം പറയാൻ കാന്തപുരത്തിന് അർഹതയുണ്ടോ എന്നൊരു ചോദ്യമാണ് KNM ഉന്നയിക്കുന്നത്. അടുത്ത കാലത്ത് അജിത് ഡോവൽ കേരളം സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദർശനം അതീവ രഹസ്യമായിരുന്നു. പക്ഷേ ഈ സന്ദർശനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് സംഘപരിവാർ ശക്തികൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടുപ്പിച്ചു നിർത്തുവാനും അവരുടെ വോട്ടുകളെ ഉപയോഗപ്പെടുത്തുവാനും വേണ്ടി ആയിരുന്നോ ഈ ചർച്ച എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഒരു പക്ഷേ ചിലപ്പോൾ ED സന്ദർശനം പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്, ED പരിശോധനകൾ നടക്കുന്നുണ്ട്, പല സാമുദായിക സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ വ്യക്തികളെയും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയും ഇതിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇക്കാര്യത്തിൽ കാന്തപുരത്തിന്റെ നിലപാട് തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അത് കാന്തപുരത്തിൻ്റേത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നാണ് VD സതീശന്റെ വാക്കുകൾ. രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് കാന്തപുരത്തിന്റെ അഭിപ്രായം, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കാം. എന്നാൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്, ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാന്തപുരത്തിന്റെ നിലപാട് അംഗീകരിക്കാനായില്ല എന്നൊരു നിലപാടാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് VD സതീശൻ നടത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഈ ഒരു വാക്കുകൾ വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയാണ്. അദ്ദേഹത്തിനെ തള്ളിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി ആളുകൾ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മുസ്ലിങ്ങളെ മുഴുവൻ പ്രതിനിധാനം ചെയ്യാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്ന തരത്തിലൊക്കെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. സ്വന്തം കാര്യത്തിന് വേണ്ടി അദ്ദേഹം ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ നിലപാടായിട്ട് സ്വീകരിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. പക്ഷേ ഒരു പൊതുവെ സാധാരണഗതിയിൽ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കൂടിക്കാഴ്ചകളും ഈ നിലപാടുകളും ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം തീർക്കുന്നതാകുമോ ചെലുത്തുന്നതാകുമോ എന്ന ചോദ്യവും കാന്തപുരത്തിൻ്റെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും അതിനുശേഷമുള്ള ഈ പ്രസ്താവനകളും സംശയം ഉയർത്തുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. വ്യവസ്ഥാപിത ഭരണകൂടത്തിനും ഭരണഘടനയ്ക്ക് കീഴിലും ന്യൂനപക്ഷം സുരക്ഷിതമെന്ന പ്രതികരണവുമായി സമസ്ത AP വിഭാഗം പൂർണ്ണ സുരക്ഷ നൽകുന്ന ഭരണഘടന രാജ്യത്തുണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്നും ഇക്കാര്യം കാന്തപുരം തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും സമസ്ത സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ഭരിക്കുന്നവരെ കാണാറുണ്ട്. AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രയിൽ സ്വരൂപിച്ച അഭിപ്രായങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ പ്രതികരിച്ചു. കാന്തപുരത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന് കാന്തപുരത്തിന്റെ അഭിപ്രായം മാത്രമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അരക്ഷിതമാണ്. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നതായും VD സതീശൻ പറഞ്ഞു.
അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരുൾപ്പെടെ വലിയ ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വമാണ്. രാജ്യം മുഴുവൻ വലിയ അരക്ഷിതത്വമാണ് നേരിടുന്നത്. എത്ര ക്രൈസ്തവ വൈദികരാണ് ജയിലിലുള്ളത്? എത്ര പേരാണ്, എത്ര പ്രാർത്ഥനാ കൂട്ടായ്മകളാണ് ആക്രമിക്കപ്പെടുന്നത്? പള്ളികൾ എത്രയാണ് തകർത്തത്? കന്യാസ്ത്രീമാരെ വരെ ആക്രമിക്കുകയാണ്. എത്ര പേരാ ജയിലുള്ളത്? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ? അദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലല്ലോ, ഞങ്ങളുടെ അഭിപ്രായം അതല്ലല്ലോ. ഞങ്ങൾ ദേശീയ തലത്തിൽ ഒരു സംഘപരിവാറിന്റെ രീതിയും ഗവൺമെന്റിന്റെ രീതിയും ന്യൂനപക്ഷങ്ങൾക്ക് ദോഷകരമായ നിലപാടാണ് എടുക്കുന്നത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ രാജ്യത്തുണ്ടല്ലോ. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയിൽ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ PA ആയിരുന്ന A. സുരേഷ് പങ്കെടുക്കും. കോൺഗ്രസിൽ ചേരില്ലെന്ന് ആവർത്തിച്ച സുരേഷ് UDF സ്വതന്ത്രനാകാൻ പ്രയാസമില്ലെന്ന നിലപാടിലാണ്. സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF ആണെന്ന് സുരേഷും സതീശനും പ്രതികരിച്ചു. എന്നാൽ VSന്റെ മകൻ VA അരുൺകുമാർ LDF സ്ഥാനാർത്ഥിയായാൽ മത്സരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും A. സുരേഷ് പറഞ്ഞു. VSന്റെ വിശ്വസ്തനായിരുന്ന A. സുരേഷ് മലമ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്ന സൂചനകൾ. ഇക്കാര്യത്തെക്കുറിച്ച് സുരേഷും തന്റെ നിലപാട് വ്യക്തമാക്കി. കോൺഗ്രസിൽ ചേരുകയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയോ ചെയ്യില്ല, പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് താനുമായി സംസാരിച്ചവരോട് അറിയിച്ചു എന്നാണ് സുരേഷ് പറഞ്ഞത്. സുരേഷിന്റെ വാക്കുകളിൽ മത്സരത്തിന് താൻ സന്നദ്ധനാണെന്ന് വ്യക്തമാണ്. പക്ഷേ ഇതൊരു പോരാട്ടമാണ്. ജയം തോൽവി ഒരു വിഷയമല്ല. ഈ പോരാട്ടത്തിൽ എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയുക എന്നുള്ളത് വേറെ സ്പേസ് എനിക്കില്ല. തെരഞ്ഞെടുപ്പ് എന്നത് രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദിയാണ്. ആ വേദിയിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ അത് എൻ്റെ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. സ്വാഭാവികമാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം സ്വാഭാവികമാണ്. എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. തർക്കമില്ല. നാളെ നമ്മൾ കാണുമല്ലോ. പാലക്കാട് വെച്ച ജാതിയിൽ വി.ഡി. സതീശൻ നയിക്കുന്ന ജാതിയിൽ അത്ര UDFന്റെ ആശയങ്ങളോട് ഒത്തുപോകാൻ പറ്റുമോ? അല്ല, ഞാൻ എൻ്റെ സ്വന്തം നിലപാട് ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. കാരണം ഇടതുപക്ഷ മനസ്സ് കേരളത്തിലുണ്ടാവണം. ഇടതുപക്ഷം ശോഷിക്കാൻ പാടില്ല, ഇടതുപക്ഷത്തിന് മൂല്യച്യുതി സംഭവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അതേസമയം സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അത് എപ്പോൾ പ്രഖ്യാപിക്കും എന്നതാണ് അറിയേണ്ടത്. വി.ഡി. സതീശന്റെ യാത്ര പാലക്കാടെത്തുമ്പോൾ ആ യാത്രയിൽ സുരേഷ് പങ്കെടുക്കുന്നുണ്ട്. ആ യാത്രയുടെ വേദിയിൽ വെച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് വി.ഡി. സതീശന്റെ പ്രതികരണം, സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയാൻ താൻ ആളല്ല, പക്ഷേ സുരേഷുമായി സംസാരിച്ചിട്ടുണ്ട്. വൈകുന്നേരം യാത്ര പാലക്കാടെത്തുമ്പോൾ സുരേഷ് അതിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു വി.ഡി. സതീശൻ പറഞ്ഞത്. അല്ല, അതല്ല നമ്മൾ പിന്നീട് പാർട്ടി യോഗം കൂടി UDF കൂടി ആലോചിച്ച് പാർട്ടി കൂടി തീരുമാനിച്ചു അതിനെക്കുറിച്ചുള്ള ചർച്ച. ഞാനതിന് കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളല്ല മറുപടി പറഞ്ഞത്. സമയമാകുന്നല്ലോ. പാർട്ടി സ്ഥാനം എൻ്റെ പോലും കാര്യം തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. മലമ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസ് നിലവിൽ 3ാം സ്ഥാനത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് നേട്ടമുണ്ടാക്കിയാലും അത് ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശന്റെ യാത്രയിൽ A. സുരേഷ് പങ്കെടുക്കുമ്പോൾ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം വരുമെന്ന സൂചനകൾ തെളിയുന്നത്. ഒപ്പം തന്നെ മലമ്പുഴയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് A. സുരേഷിലൂടെ കൂടുതൽ വോട്ട് നേടിയെടുക്കാമെന്നൊരു കണക്കൂട്ടലാണുള്ളത്. VSന്റെ വിശ്വസ്തനായിരുന്ന മലമ്പുഴയിലെ MLA ആയിരുന്നു VS. അതുകൊണ്ട് തന്നെ VSന്റെ വിശ്വസ്തനായിരുന്ന സുരേഷിന് ഇടതുപക്ഷത്ത് നല്ല ബന്ധങ്ങളുണ്ടെന്നും അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കുവാൻ സുരേഷിനെ കൊണ്ട് സാധിക്കുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അവിടെ ഒരു മെച്ചമുണ്ടാക്കാൻ, തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. എന്നാണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. യാത്രയുടെ ഭാഗമാകുന്നതോടെ സുരേഷ് ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മലമ്പുഴയിൽ മത്സരിക്കുമെന്ന സൂചനകൾ അത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അത് എപ്പോൾ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. CB അനുമോദ്, ന്യൂസ് 18. ഇതിനിടെ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാർ വൈകിട്ട് കോൺഗ്രസിന്റെ വേദിയിലെത്തും. കോട്ടയത്ത് KPCC സാംസ്കാരിക സാഹിതിയുടെ പരിപാടിയിൽ പ്രേംകുമാറാണ് മുഖ്യ അതിഥി. CPMുമായി തെറ്റിയ പ്രേംകുമാർ UDF സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കോൺഗ്രസ് വേദിയിൽ എത്തുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഇടതുപക്ഷത്ത് ഉണ്ടായിരുന്നവരെ ചേർത്ത് നിർത്തുക, ഒന്നുകിൽ സ്ഥാനാർത്ഥിയാക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ഒപ്പം നിർത്തുക, ഈ ഒരു തന്ത്രമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് ഫലത്തിൽ ഇന്ന് കോട്ടയത്ത് കാണാൻ സാധിക്കുന്നത്. പ്രേംകുമാർ
ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലകളിൽ നിന്ന് അദ്ദേഹത്തെ നീക്കിയതിൽ വലിയ പ്രതിഷേധം ഉന്നയിച്ച ആളാണ്. തന്നോട് അറിയിക്കാതെയാണ് നീക്കിയത് എന്നൊക്കെ പറഞ്ഞ് വലിയ നീക്കങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകും, UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നതാണ്. പക്ഷേ സ്ഥാനാർത്ഥിയാകാനില്ല എന്നുള്ളതായിരുന്നു പ്രേംകുമാറിന്റെ ഒരു പ്രഖ്യാപനം. എന്തായാലും അതിനെല്ലാം പിന്നാലെ UDFന്റെ കോൺഗ്രസിന്റെ ഒരു വേദിയിലേക്ക് അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ്. സംസ്കാര സാഹിതിയുടെ പരിപാടി കഴിഞ്ഞ 12 മുതൽ നാഗമ്പടത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അമ്മച്ചൂർ നാടക മത്സരങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നു. ഇതിന്റെ സമ്മാനദാനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. ഇന്നാണ് അതിന്റെ സമാപന പരിപാടി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ വേദിയിലാണ് പ്രേംകുമാർ എത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തെ അടിക്കാവുന്ന ഒരു വടിയായി പ്രേംകുമാർ ഫലത്തിൽ മാറുകയാണ്. എതിരാളികളുടെ പ്രത്യേകിച്ച് UDFന്റെ ഒരു ആയുധമായി മാറുന്നു. UDF സമർത്ഥമായി ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തൊട്ടാകെ നമുക്കറിയാം മലമ്പുഴയിലെ A സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പയ്യന്നൂരിലടക്കമുണ്ടാകുന്ന വിഷയങ്ങൾ, അങ്ങനെ പലയിടത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെതിരെ പറയിപ്പിക്കുക എന്ന തന്ത്രമാണ് UDF പയറ്റുന്നത്. സച്ചിദാനന്ദൻ ഉൾപ്പെടെ അങ്ങനെ പലരും സാഹിത്യകാരന്മാർ ഉൾപ്പെടെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് വൈകിട്ട് എന്തായാലും കോട്ടയത്ത് കാണാൻ പോകുന്നത്. വേദിയിൽ പ്രേംകുമാർ എന്തു പറയും എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് വളരെ കൃത്യമായൊരു രാഷ്ട്രീയം ലക്ഷ്യം പ്രേംകുമാറിനെ സംബന്ധിച്ചുമുണ്ട്. അത് സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ പോലും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉൾപ്പെടെ അദ്ദേഹം പ്രസംഗിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്. പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന് കരുതുന്നില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. റസൂൽ പൂക്കുട്ടിയെ പോലെ വിഖ്യാതനായ ആളെ കൊണ്ടുവരാനാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പ്രേംകുമാറിനെ മാറ്റിയതെന്നും മന്ത്രി പറഞ്ഞു. UDFനെ പരിഹസിച്ച മന്ത്രി P പ്രസാദ് LDFിലെ പല പ്രമുഖരെയും ലക്ഷ്യമിട്ട ഇപ്പോൾ അതൊന്നും നടക്കാതെ പോയി. ഇന്ദുലേഖയെ കിട്ടിയില്ലെങ്കിൽ തോഴിയായാലും മതി എന്ന സൂര്യ നമ്പൂതിരിപ്പാട് നിലപാടിലാണ് ഇപ്പോൾ UDFനും VD സതീശനും സ്വന്തം മുന്നണിയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അതൊക്കെ അത്രമേൽ വിസ്മയം തീർക്കുന്ന ഒന്നാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ദിരേഖയെ കിട്ടിയില്ലെങ്കിൽ തോഴിയായാലും മതി എന്ന് പറഞ്ഞ സൂര്യ നമ്പൂതിരിപ്പാടിന്റെ അവസ്ഥയിലേക്കാണ് ഇപ്പോ ശ്രീ VD സതീശനും UDFും എത്തിയിരിക്കുന്നത്. വലിയ വലിയ നോട്ടങ്ങളുമായിട്ടാണ് അവർ നടന്നത്. അതൊന്നും നടക്കാതെ പോയി എന്നുള്ളതും നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തതിന്റെ ഭാഗമായി നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ആരുടെ എല്ലാം പുറകെയാണ് അവർ നടന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ സ്വന്തം മുന്നണി, തങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, അവരിൽ മാത്രമായി വിശ്വാസം അർപ്പിച്ചു പോകാൻ കഴിയുന്നില്ല എന്നാണ് അതെല്ലാം തെളിയിക്കുന്നത്. UDFന് ഇതുകൊണ്ടൊന്നും കേരളത്തിൽ മെച്ചപ്പെട്ട ഒരു നില തീർക്കുന്നതിനോ കേരളത്തിന്റെ അധികാര രംഗത്തേക്ക് എത്തുന്നതിനോ കഴിയുകയില്ല. വലിയ വിസ്മയങ്ങൾ തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നില്ല. അതിനൊക്കെ എത്രമാത്രം പ്രാധാന്യവും പ്രാമുഖ്യവും ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന്റെ വിഷൻ 2031 സെമിനാർ തടയാൻ ചിലർ ശ്രമിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതൊന്നും ഫലം കണ്ടില്ല. സെമിനാറിലൂടെ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. സെമിനാറിന്റെ തുടർ നടപടി സർക്കാർ സ്വീകരിക്കും. കൂടുതൽ പഠനം ആവശ്യമായ കാര്യങ്ങളിൽ സർക്കാർ അർദ്ധ സർക്കാർ ഏജൻസികൾ വഴി റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം സംവാദങ്ങൾ എപ്പോഴും കേരളത്തിൻ്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ കേരളീയ സമൂഹത്തിന് പൊതുവെ ബോധ്യമായ ഒരു കാര്യമുണ്ട്. കേരള ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ഈ കോൺഫറൻസ് അവസാനിക്കുന്നത് എന്നതാണ് ആ ബോധ്യം. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പ്രശസ്ത എഴുത്തുകാരൻ M മുകുന്ദൻ ദുബായിൽ നടന്ന ഓർമ്മ സാഹിത്യോത്സവ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷമായി സർക്കാർ തുടങ്ങിവെച്ച ജനക്ഷേമ പദ്ധതികൾ പൂർത്തിയാക്കാൻ ഭരണ തുടർച്ച അനിവാര്യമാണ്. 3-ാം ഊഴം നൽകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെയധികം നമ്മുടെയൊക്കെ ഈ മാറുന്ന കാലത്തെക്കുറിച്ചുള്ള ആശങ്കകളും ആദികളും അവിടെയൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ സദസ്സിൽ നിന്നും വേദിയിൽ നിന്നും കേട്ട സ്വരങ്ങൾ, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരും ഒന്നിച്ച് പറയാണ് ഇനിയും ഒരവസരം കൂടി നൽകണമെന്നുള്ളത്, ഒരു 3-ാം ഊഴം നൽകണമെന്നുള്ളത്. ആ ഒരു ശബ്ദം, ആ ഒരു ആശയം വേദിയിൽ നിന്നും സദസ്സിൽ നിന്നും മുഴങ്ങിക്കേട്ടു. അപ്പം അത്
അതും സംഭവിക്കും. കാരണം അത് ജനഹിതമാണ്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമാണത്. അതുകൊണ്ട് ഇത് സംഭവിക്കും. തുടങ്ങി വെച്ച 10 വർഷമായി തുടങ്ങി വെച്ചിട്ടുള്ള ഒരുപാട് ദൗത്യങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ അത് തുടരാണ്. നവകേരള സർവേയിൽ സർക്കാരിന് വൻ തിരിച്ചടി. സർവേ ഹൈക്കോടതി റദ്ദാക്കി. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമെന്നും നിരീക്ഷിച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം, അത് ഒരു രാഷ്ട്രീയ നീക്കം എന്ന രീതിയിലാണ് ഹർജിക്കാർ കോടതിയെ സമീപിച്ചത്. അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഉത്തരവിനെ കാണാനാവുക. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ ഇത്തരം സർവേകൾ അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു ആക്ഷേപം ഉയർന്നിരുന്നത് സർക്കാർ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള സർവേകൾ നടത്തുന്നു, അത് തീർത്തും രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളോടുകൂടി ഉള്ളതാണ്, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നത് സംബന്ധിച്ചായിരുന്നു ഹർജി വന്നിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കേഡർ സംവിധാനം, പാർട്ടികളുടെ ഈ കേഡർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ ലഘുലേഖകളടക്കം വിതരണം ചെയ്യുക, തയ്യാറാക്കുക എന്നതെല്ലാമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. പ്രധാനമായും തന്നെ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള ഒരു ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം മാനിഫെസ്റ്റോ തയ്യാറാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം ഒരു പദ്ധതി എന്നതായിരുന്നു പ്രധാനമായ ഒരു ആക്ഷേപമായിട്ട് ഉന്നയിച്ചത്. ഏതാണ്ട് അതെല്ലാം സമർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കോടതി അതിനെ കണ്ടിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പ്രധാനമായും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ജനങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് ജനങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളതെന്ന് കേൾക്കുക, അവരെ കേട്ടുകൊണ്ട് പുതിയ പദ്ധതികൾ തയ്യാറാക്കുക, ജനങ്ങളുടെ അടുത്തേക്ക് ആളുകളെത്തും, സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും, ഈ പദ്ധതികൾ എങ്ങനെയാണ് തുടരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിത്രം, ഇത് ക്ഷേമ പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിയെന്ന് ഉറപ്പുവരുത്തുക, ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുക, ഇതിനുവേണ്ടിയുള്ള വലിയൊരു പ്രയത്നം എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയ നീക്കമാണെന്നും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് ഇത്തരം നീക്കങ്ങൾ അനുവദിക്കാൻ കഴിയുകയില്ല എന്നുമാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ പ്രധാനമായും തന്നെ പറഞ്ഞിരുന്നത്. നവകേരള സർവേ നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് കനത്ത തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ്. നികുതി പണത്തിൽ നിന്ന് കോടികൾ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. ഇതിനായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ആദിവാസി ഉന്നതികളിലെത്തി ലഘുലേഖ വിതരണം ചെയ്തുവെന്നും ആരോപണം ഉന്നയിച്ചു. CPMകാർ കൊടുക്കേണ്ട നോട്ടീസാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിതരണം ചെയ്തതെന്നും സതീശൻ വിമർശിച്ചു. എന്നിട്ടത് സർക്കാർ ഏറ്റെടുക്കുന്നു. ഈ വോളണ്ടിയർമാർക്ക് സർക്കാർ പണം കൊടുക്കുന്നു. അപ്പോൾ DYFIക്കാരെ കൊണ്ടും CPMകാരെ കൊണ്ടും സർവേ നടത്തിയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താനും ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ആളുകളിൽ എത്തിക്കാനും നടത്തിയ ശ്രമമാണ്. അതായത് നേട്ടങ്ങളെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ എത്താനും വേണ്ടി നടത്തിയ അതിനെ പ്രതിപക്ഷം അതിശക്തിയായി എതിർത്തിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല അത് ബജറ്റ് മാനുവലിന്റെ ലംഘനമാണ്, സാമ്പത്തികമായ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ, ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സർക്കാരിന്റെ പണം, ഖജനാവിലെ പണം എടുത്തിട്ട് DYFIക്കാർക്ക് കൊടുത്തിട്ട് ഇനി ഇവർ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇവർ സർവേ നടത്താൻ പോകുന്നത്. ഇവർ 10 കൊല്ലത്തിന്റെ ഭരണം പൂർത്തിയാക്കാൻ പോവാണ്. ഇനിയാണ് കേരളം നന്നാക്കുന്നതിനെ കുറിച്ചുള്ള സർവേ നടത്തുന്നത്. അതല്ല, യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടി സർക്കാർ ഫണ്ടിൽ നിന്നും DYFIക്കാർക്കും CPMനും ഫണ്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ അതിനെയും ചോദ്യം ചെയ്യാൻ പോവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം ഈ മാസം 23-ന് ഇടതുമുന്നണി യോഗം 23-നാണ് ചേരുക. സീറ്റ് വിഭജന ചർച്ചകളിലേക്കും കടക്കും. മുന്നണി യോഗത്തിൽ പ്രാഥമിക ധാരണയുണ്ടാകും. അതിനുശേഷം ഉഭയകക്ഷി ചർച്ച നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള നിർണായക ചർച്ചകൾക്കായി BJPയുടെ ഇലക്ഷൻ കമ്മിറ്റി യോഗവും തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ, പ്രഭാരി പ്രകാശ് ജാവ്ഡേക്കർ, ശോഭാ കരന്ദലജെ,
അപരാജിത സാരംഗി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ 15 പേർ സംസ്ഥാന ഘടകത്തിൽ നിന്ന് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാകും ആദ്യഘട്ട ആലോചന. മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് നൽകുന്ന സീറ്റുകളെക്കുറിച്ചും പ്രാഥമിക ചർച്ചകൾ ഉണ്ടാകും. കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാവാത്ത മുസ്ലിം ലീഗ് മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂറും ലീഗ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷായും സീറ്റിനായി രംഗത്തുണ്ട്. വിവിധ പരിപാടികളിൽ പങ്കെടുത്ത് മണ്ഡലത്തിൽ സജീവമാണ് അബ്ദുൽ ഗഫൂർ. നേതാക്കൾ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ ലീഗ് നേതൃത്വം ഇടപെടണമെന്നാണ് പ്രവർത്തകരുടെ ആവശ്യം. കളമശ്ശേരിയിൽ ഇക്കുറിയും ഇടതുമുന്നണിയെ നേരിടുന്നത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. എന്നാൽ ലീഗ് ആരാണ് സ്ഥാനാർത്ഥി എന്നത് ഇതുവരെയും ഒരു ചർച്ചകളിലേക്ക് പോയിട്ടില്ല. രണ്ടുപേർ വളരെ സജീവമായി ഈ മത്സരരംഗത്ത് തുടരുന്നുണ്ട്, ആ ചർച്ചകളിൽ തുടരുന്നുണ്ട്. അതൊന്ന് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായ അബ്ദുൽ ഗഫൂർ തന്നെയാണ്. അബ്ദുൽ ഗഫൂർ മുൻ മന്ത്രിയും നേരത്തെ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ്. അതോടൊപ്പം തന്നെ ലീഗിന്റെ തന്നെ ചർച്ചകളുടെ മുഖമായ ലീഗിന്റെ ഭാരവാഹികളിൽ ഒരാളുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുമാണ് മറ്റൊരാൾ. ഈ രണ്ടുപേരിൽ ഒരാളായിരിക്കും കളമശ്ശേരിയിൽ മത്സരിക്കുക എന്നാണ് പറയുന്നത്. അബ്ദുൽ ഗഫൂർ ഇതിനകം തന്നെ മണ്ഡലത്തിൽ പല പരിപാടികളുമായിട്ട് തന്നെ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് VD സതീശൻ നയിക്കുന്ന യാത്ര അത് കടന്നു വരുമ്പോൾ അതിന്റെ ഒരു പ്രചാരണം എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പദയാത്രകളും മറ്റും നടത്തി വളരെ സജീവമാവുകയാണ്. അതോടൊപ്പം തന്നെയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും ലീഗിന്റെ ഉന്നത നേതൃത്വത്തോട് വളരെയധികം അടുപ്പം പുലർത്തുന്ന ഒരാൾ കൂടിയാണ് മുഹമ്മദ് ഷാ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായ ഒരു സജീവമായ ചർച്ചകളിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുവാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട്. ഏതായാലും പാണക്കാട്ട കുടുംബം അതോടൊപ്പം തന്നെ ലീഗിന്റെ സമുന്നതമായ നേതൃത്വം തന്നെയായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ്. ഏതായാലും ഇക്കുറിയും ഇടതുമുന്നണിയിൽ നിന്ന് പ്രതിനിധീകരിക്കുക മന്ത്രി P രാജീവ് തന്നെയായിരിക്കും. അദ്ദേഹമാണ് സിറ്റിംഗ് MLA. അദ്ദേഹം തന്നെയായിരിക്കുമെന്നത് പൂർണ്ണമായും തന്നെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും പ്രചാരണ പരിപാടികൾ എന്ന രീതിയിൽ മണ്ഡലത്തിൽ നിറയുന്നുണ്ട്. അത് സർക്കാരിന്റെ വിവിധ വികസന പദ്ധതികളടക്കം പരിചയപ്പെടുത്തുക എന്ന രീതിയുടെ ഭാഗമായിട്ട് അദ്ദേഹവും മണ്ഡലത്തിൽ നിറയുന്നുണ്ട്. BJPയുടെ NDA ഇത്തവണ നിയോഗിക്കുക കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ BDJസിനെ തന്നെയായിരിക്കും അദ്ദേഹം ഇത്തവണ സ്ഥാനാർത്ഥി ആകുക എന്നതാണ് ഏതാണ്ട് ഉറപ്പാകുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ BDJസിന് മികച്ച ഒരു പ്രകടനം അവിടെ നടത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇക്കുറി BJP മണ്ഡലം ഏറ്റെടുക്കുന്നത് സംബന്ധിയായ ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും BDJസിലേക്കാണ് വളരെ സജീവമായ ഒരു സാധ്യതകൾ നിലനിൽക്കുന്നത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുലിനെ തുടർച്ചയായി 2ാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധന ഇന്നലെ പേരൂർക്കട ആശുപത്രിയിൽ നടന്നു. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം 2ാം ദിവസം രാവിലെ 10 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരൂർക്കടയിലെ പോലീസിന്റെ ക്ലബ്ബിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ഇന്നലെ എത്തിയ വാഹനത്തിലല്ല ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് മറ്റൊരു വാഹനത്തിലാണ് ചോദ്യം ചെയ്യലിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പേരൂർക്കടയിലെ പോലീസ് ക്ലബ്ബിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും SITയുടെ നേതൃത്വത്തിൽ നടക്കുക. ഇന്നലെ 4 മണിക്കൂറിലേറെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. ഇന്നലെ രാഹുലിന്റെ ശേഷി പരിശോധന അടക്കം പേരൂർക്കട ആശുപത്രിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതേസമയം വിശദമായ തെളിവെടുപ്പിനായി രാഹുലിനെ തൃക്കണ്ണാപുരത്തുള്ള ഈ പരാതിക്കാരിയുടെ ഫ്ളാറ്റിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഒരുപക്ഷെ ഉപേക്ഷിച്ചേക്കുമെന്നാണ് അറിയുന്നത്. കാരണം അവിടെ വെച്ച് പരാതിക്കാരിയെ നേരിട്ടെത്തിച്ച മഹസബ് തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് രാഹുലിനെ ഇനി അവിടേക്ക് എത്തിക്കേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്നലത്തെ ചോദ്യം ചെയ്യലിനിടെ രാഹുൽ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന കൃത്യമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. അതായത് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ഈ ഫോൺ കോളുകൾ പരാതിക്കാരി റെക്കോർഡ് ചെയ്തത് എന്ന് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ്, ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് താൻ ഈ പരാതിക്കാരിക്ക് നൽകിയിട്ടില്ല. താനും യുവതിയും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം മാത്രമായിരുന്നു നിലനിന്നിരുന്നത് എന്നും രാഹുൽ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം തൻ്റെ ഫോൺ പരിശോധിക്കാനായി
പാസ്വേഡ് അന്വേഷണ സംഘത്തിന് രാഹുൽ കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പശ്ചാത്തലത്തിൽ അന്ന് രാഹുലിൻ്റെ സ്മാർട്ട് ഫോണുകൾ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ രാഹുൽ തയ്യാറായില്ല. തനിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അതുകൊണ്ട് പാസ്വേഡ് നൽകാനാവില്ല എന്ന നിലപാടിലായിരുന്നു രാഹുൽ. ആ നിലപാടിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയാണ് SITക്ക് മുമ്പിൽ. അതായത് തൻ്റെ സാന്നിധ്യത്തിൽ ആ ഫോൺ പരിശോധിച്ചാൽ അപ്പോൾ മാത്രം ആ ഫോണിൻ്റെ പാസ്വേഡ് നൽകാമെന്ന ഒരു നിലപാടാണ് രാഹുൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് ഈ ഫോണുകൾ പരിശോധനയ്ക്കായി കൈമാറിയേക്കും എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫോണിൽ നിന്ന് പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയും എന്ന നിഗമനത്തിലാണ് SIT ഉള്ളത്. അത്തരത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും തനിക്കെതിരെ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന നിലപാട് SITക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് അവർക്ക് മുമ്പിൽ ഹാജരാക്കാൻ പറ്റുന്ന ചില ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് മുമ്പിൽ രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രണ്ടാം ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രഹസ്യമൊഴി നൽകിയ യുവതി തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയത്. നിയമപരമായ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. പരാതി വ്യാജമെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനാലാണ് രഹസ്യമൊഴി നൽകാൻ തയ്യാറായതെന്നും യുവതി പറഞ്ഞു. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടിട്ട് ഇന്ന് 9 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ വിവിധയിടങ്ങളിൽ ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിക്കാൻ WCC. അവൾക്കൊപ്പമെന്ന പേരിലാണ് പരിപാടി. തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിലും കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലെ അബ്ദുൽ കലാം മാർഗിലും കോഴിക്കോട് മാനാഞ്ചിറ ഓപ്പൺ സ്റ്റേജിലും വൈകിട്ട് 6 മണിക്ക് മെഴുകുതിരി തെളിയിക്കും. ഇരുട്ടിന്റെ മറ നീക്കി നമുക്ക് വെളിച്ചത്തിൽ തിരിതെളിയിക്കാമെന്ന് WCC ഫേസ്ബുക്കിൽ കുറിച്ചു. 2017 ഫെബ്രുവരി 17-നാണ് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിന് ഇരയായത്. കേസിൽ 6 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു. നടൻ ദിലീപ് അടക്കമുള്ളവരെ കുറ്റമുക്തരാക്കിയ നടപടിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാൻ വൈകുന്നതിലെ വിമർശനം ശക്തമാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചു. 2 പേർ ചികിത്സയിലാണ്. നിലമേൽ സ്വദേശി ഷാജി, റാഷിദ ബീവി എന്നിവരാണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധയേറ്റാണ് മരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. മീൻ കഴിച്ചവർക്കാണ് ആരോഗ്യ പ്രശ്നമുണ്ടായത്. സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണറോടും ഡയറക്ടർ ഹെൽത്ത് സർവീസസിനോടും എന്താണ് ഈ സംഭവം എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അവിടെ എത്തി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മത്സ്യം കഴിച്ചതാണ് എന്നുള്ളതാണ് വാർത്തയിൽ കണ്ടത്. അങ്ങനെയാണെങ്കിൽ മത്സ്യം കഴിച്ച മറ്റുള്ളവർക്കുണ്ടോ, അങ്ങനെയുള്ള ബാക്കി വിശദാംശങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണ് എന്നുള്ളത് വകുപ്പിന് സ്ഥിരീകരണം ഇല്ല. അപ്പോൾ അതിൻ്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണത് പറയാനായിട്ട് കഴിയുക. എന്തായാലും അവിടെ രാവിലെ തന്നെ ഓഫീസേഴ്സ് എത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്ത് പ്രവർത്തിക്കുന്ന അസ്മാക് എന്ന സായാഹ്ന ഭക്ഷണശാലയിലാണ് ഇന്നലെ നിലമേൽ സ്വദേശിയായ ഷാജിയും ഷാജിയുടെ കുടുംബവും ഭക്ഷണം കഴിക്കാനെത്തിയത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുമ്പോഴായിരുന്നു ശാരീരിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതും തുടർന്ന് ആശുപത്രിയിലത്തെ ഷാജിയും ഷാജിയുടെ ഭാര്യ മാതാവായ റഷീദ ബീവിയും മരണത്തിന് കീഴടങ്ങുന്നതും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത മത്സ്യവിഭവങ്ങൾ കഴിച്ച് ആരോഗ്യ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചതിനെ തുടർന്ന് ഇവർ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. തുടർന്ന് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷാജി മരണത്തിന് കീഴടങ്ങി. തുടർന്ന് റഷീദ ബീബിയും മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറയുന്ന ഷാജിയുടെ ഭാര്യ ICUവിലാണ് കഴിയുന്നത്. ഷാജിയുടെ ഭാര്യ ഗുരുതരാവസ്ഥയോടുകൂടി സജീന പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇവരോടൊപ്പം ഭക്ഷണം കഴിച്ച ഡ്രൈവർ കണ്ണൻ, അല്ലെങ്കിൽ ഈ ഷാജിയുടെ മക്കളായ 2 പേരുണ്ടായിരുന്നു. ഇവർക്കൊന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈ പറയുന്ന ഹോട്ടൽ ആരോഗ്യവകുപ്പ് അധികൃതരുടെ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതിലേക്ക് വേണ്ടി പോലീസ് അടപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പറയുന്ന ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് ഈ പറയുന്ന റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ യുവാവിന് ജീവൻ നഷ്ടമായി. തൊടുപുഴ മുതലക്കോടത്ത് റോഡരികിലെ കുഴിയിൽ വീണാണ് ബൈക്ക് യാത്രക്കാരനായ മുതലക്കോടം സ്വദേശി ജെയ്സ് ബെന്നി മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പ്രദേശത്ത് വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി.
മാസങ്ങൾക്ക് മുൻപ് മുതലക്കോടത്ത് റോഡരികിൽ കലുങ്ക് നിർമ്മാണത്തിനായി എടുത്ത വലിയ കുഴിയാണ് അപകടക്കെണിയായത്. നിർമ്മാണം പൂർത്തിയാക്കാനോ കുഴി മൂടാനോ അധികൃതർ തയ്യാറായില്ല. ഇതാണ് യുവാവിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണം. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. മുതലക്കോടത്ത് നിന്നും തൊടുപുഴയിലേക്ക് വന്ന ബൈക്ക് യാത്രികനായ ജെയ്സ് ബെന്നിയാണ് മരിച്ചത്. അപകടം നടന്ന ഉടൻ ജെയ്സിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദേശത്ത് പോകാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ജെയ്സിന്റെ മരണം. പലതവണ നാട്ടുകാർ ഈ കുഴി മൂടണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപ്പായില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവത്തിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗത്തോട് റിപ്പോർട്ട് തേടി. ന്യൂസ് 18 തൊടുപുഴ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് 26 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പൂവത്തൂർ LMS LPS സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ കുട്ടികളെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. പൂവത്തൂർ LMS LP സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പോയ വാഹനമാണ് ഈ പറയുന്ന മേക്കൊല്ല ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കനാലിലേക്ക് മറിഞ്ഞത്. 26 കുട്ടികളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഒപ്പം ഡ്രൈവറും ആയയും ഉണ്ടായിരുന്നു. ഇടുങ്ങിയ ഒരു കനാൽ ഭാഗത്തൂടെ പോകുമ്പോൾ നിയന്ത്രണം വിട്ട ഈ ബസ് കനാലിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് 25 കുട്ടികളെയും ഈ പറയുന്ന നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കാരണം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഒരു കുട്ടി ഇപ്പോൾ പീഡിയാട്രിക് ICUവിലാണ് ഉള്ളത് എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കുട്ടികളും സുരക്ഷിതരാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ പറയുന്ന സ്കൂളിൽ കാലാകാലങ്ങളായി സ്വന്തമായൊരു വാഹനമില്ല എന്നുള്ളൊരു പരാതി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. ഇവർ കോൺട്രാക്ട് കാരിയറിലുള്ള വാഹനങ്ങളാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. അത്തരത്തിലൊരു വാഹനമാണ് ഇന്നും രാവിലെ എത്തിയത്. വാഹനത്തിൻ്റെ യന്ത്ര തകരാറോ അല്ലെങ്കിൽ സ്റ്റിയറിംഗിലുണ്ടായ തകരാറോ ആണോ ഈ ഒരു അപകടത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും അത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചാൽ മാത്രമേ അതിൽ നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയൂ. എന്തായാലും കുട്ടികൾക്ക് ഇപ്പോൾ ഗുരുതരമായൊരു പരിക്കില്ല എന്നുള്ളൊരു ആശ്വാസം മാത്രം നമുക്കിവിടെ നിന്ന് പങ്കുവയ്ക്കാം. അരുൺ മോഹൻ, ന്യൂസ് 18, നെയ്യാറ്റിൻകര. കണ്ണൂരിൽ മകൻ മദ്യലഹരിയിൽ എടുത്തെറിഞ്ഞ വയോധിക മരിച്ചു. പള്ളിയാമൂല സ്വദേശി ശാന്തയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് എത്തിയ മകൻ സജീവൻ ശാന്തയെ കസേരയോടെ എടുത്തെറിയുകയായിരുന്നു. ഇയാൾ നിലവിൽ റിമാൻഡിലാണ്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ കരാറിൽ ഉൾപ്പെടെ ഒപ്പിടാനാണ് സാധ്യത. ഇന്നലെ രാത്രിയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഫസ്റ്റ് ലേഡി ബ്രിജിറ്റ് മാക്രോണും മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ഇരുവരെയും മഹാരാഷ്ട്ര ഗവർണർ ആചാര്യ ദേവവ്രത്, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. മാക്രോൺ ആദ്യമായാണ് മുംബൈയിലെത്തുന്നത്. അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. വൈകിട്ട് 3:15 മഹാരാഷ്ട്ര ലോക്ഭവനിൽ വച്ചാകും കൂടിക്കാഴ്ച. ഇമ്മാനുവൽ മാക്രോണ് മോദി X വഴി സ്വാഗതമറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ഊർജ്ജമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോള പുരോഗതിക്കും വിവിധ രംഗങ്ങളിലെ സഹകരണത്തിനും ചർച്ചകൾ ഗുണമേകുമെന്നും മോദി Xൽ കുറിച്ചു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നിർണായകമായ പ്രതിരോധ കരാറിൽ ഇന്ന് ഇരു രാജ്യങ്ങളും ധാരണയായേക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഭൂരിഭാഗം വിമാനങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് ആലോചന. ഇതിന് ഇന്ത്യയിലുള്ള ബിസിനസ് പങ്കാളിയെ കണ്ടെത്താനും ഫ്രാൻസ് ലക്ഷ്യമിടുന്നു. ടാറ്റ അടക്കമുള്ള കമ്പനികളാണ് പരിഗണനയിലുള്ളത്. നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയിൽ ഇമ്മാനുവൽ മാക്രോൺ ഇക്കാര്യം മുന്നോട്ട് വച്ചേക്കും. ഇരു നേതാക്കളും വൈകിട്ട് 5:15 മുംബൈയിൽ വെച്ച് ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നൊവേഷൻ 2016 ഉദ്ഘാടനം ചെയ്യും. സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഡൽഹിയിലെത്തി ആഗോള AI ഇമ്പാക്ട് സബ്മിറ്റിൽ പങ്കെടുക്കും. മറ്റന്നാളാകും ഇമ്മാനുവൽ മാക്രോൺ സബ്മിറ്റിൽ സംസാരിക്കുക. ഫെബ്രുവരി 19 വൈകിട്ട് അദ്ദേഹം ഫ്രാൻസിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇസ്രായേൽ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പാർലമെന്റിനെ മോദി അഭിസംബോധന ചെയ്യും. അടുത്ത ആഴ്ചയാണ് സന്ദർശനം. ഉഭയകക്ഷി ചർച്ചകൾക്കൊപ്പം മധ്യേഷ്യയിലെ അനിശ്ചിതത്വങ്ങളും സന്ദർശനത്തിൽ ചർച്ചയാണ്. ഇറാന് നേരെ വീണ്ടും ഭീഷണിയുമായി US പ്രസിഡന്റ്.
ആണവ കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ B-2 ബോംബറുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. രണ്ടാം ഘട്ട ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ആരംഭിക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഭീഷണി. താനും ഇറാനുമായുള്ള ചർച്ചയിൽ പരോക്ഷമായി പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. Involved in those talks indirectly, and they'll be very important. We'll see what can happen. It's been typically Iran's a very tough negotiator. They're good negotiators, or bad negotiators. I would say they're bad negotiators because we could have had a deal instead of sending the B-2s in to knock out their nuclear potential, and we had to send the B-2s. I hope they're going to be more reasonable. They want to make a deal. Have you been told that a deal is next to impossible? No, I think they want to make a deal. I don't think they want the consequences of not making a deal. They want to make a deal. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുത്ത 3 കപ്പലുകൾ തങ്ങളുടേതല്ലെന്ന് ഇറാൻ. ഇറാന്റെ ഉപരോധിക്കപ്പെട്ട എണ്ണക്കച്ചവട ശൃംഖലയുടെ ഭാഗമാണ് കപ്പലുകളെന്ന വാദവും തള്ളി. US ഉപരോധം ഏർപ്പെടുത്തിയ കപ്പലുകൾ ഈ മാസം ആദ്യമാണ് മുംബൈ തീരത്ത് വെച്ച് ഇന്ത്യൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം ഇന്ത്യ അംഗീകരിച്ചതിന് പിന്നാലെയാണ് സമുദ്രാതിർത്തിയിൽ ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയത്. സ്റ്റെല്ലാർ റൂബി, അസ്ഫാൾട്ട് സ്റ്റാർ, അൽ ജാഫ്സിയ എന്നീ കപ്പലുകളെയാണ് മുംബൈയിൽ നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ ഇന്ത്യ തടഞ്ഞത്. ഇവ ഇപ്പോൾ മുംബൈ തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം വീണ്ടും നിഷേധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നും തെളിയിക്കാനായില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ട്രംപ് ആരോപിച്ചു. I have nothing to hide. I've been exonerated. I have nothing to do with Jeffrey Epstein. They went in hoping that they'd find it and found just the opposite. I've been totally exonerated. In fact, Jeffrey Epstein was fighting that I don't get elected with some author, a sleazebag, by the way. And I've been totally exonerated. No, they're getting pulled in, and that's their problem. I don't know. They're going to have to see what happens. But I watched her in Munich, and she seriously has Trump derangement syndrome. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,200, പവന് 1,13,600. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,735, പവന് 93,880. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.